ഹായ് ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗ്ലാമി ഗംഗ. ഗ്ലാമി ഗംഗയുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കറിയാം, ഗ്ലാമി ഗംഗയും അതേ കണക്ക് പൂച്ചകളും തമ്മിലുള്ള ബന്ധം. പൂച്ചകളെ ഗ്ലാമി ഗംഗയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ പൂച്ചകളെന്നല്ല, പട്ടികളായാലും ആര് വളർത്തിയാലും പെറ്റ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എല്ലാവർക്കും എന്നല്ല, മനുഷ്യരായിട്ടുള്ളവർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അത് വളർത്തുന്ന സാധനങ്ങളോട് നമുക്കൊരു സ്നേഹം, ഓമനത്വമൊക്കെ തോന്നും. ഇവിടെ അത് തന്നെയാണ് ഗ്ലാമി ഗംഗയുടെ സങ്കടവും. ഗ്ലാമി ഗംഗയുടെ വീടിൻ്റെ പണി നടക്കുവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഗ്ലാമി ഗംഗ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ആ വാടക വീടിന് ചുറ്റുമുള്ളവർ ഗ്ലാമി ഒരു 10-16 പൂച്ചകളെ വളർത്തിയിരുന്നു. അതിൽ കുറച്ചെണ്ണമൊക്കെ മരിച്ചുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം കൊടുത്ത് കൊന്നു, അങ്ങനെ തന്നെ പറയാൻ വേണ്ടി വരെ. മനുഷ്യരല്ലാത്ത നികൃഷ്ടജീവികൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. എന്തായാലും ഗ്ലാമിയുടെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഒരു 11-12 മണി ആയപ്പോഴേക്കും അത് ഒരു പൂച്ചയ്ക്ക് വയ്യ. പ്രഗ്നന്റ് ആണ് പൂച്ച. ഈ പൂച്ച ഇവിടെ വന്ന് ഞങ്ങളുടെ മേശപ്പുറത്ത് വന്നിരുന്നിട്ട് അതിങ്ങനെ തലയിട്ട് വെട്ടിക്കാണായിരുന്നു. തലയിട്ട് വെട്ടിച്ച് എന്ന് വെച്ചാൽ അതിങ്ങനെ അതിന്റെ ബ്രെയിൻ എന്തോ അഫക്റ്റ് ആയ രീതിക്ക്, തലയ്ക്ക് എന്തോ അഫക്റ്റ് ആയ രീതിക്ക് അതിങ്ങനെ കിടന്ന് തലയിട്ട് വെട്ടിച്ചടിച്ച് വായി കൂടെ ഇങ്ങനെ കുറച്ച് വെള്ളവും ഇങ്ങനെ സലവ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പം എന്നിട്ട് ഇത് ഞങ്ങൾ ഡോർ തുറന്നു. ഷർവാന ഓടിക്കണം. ഷർവാന വെച്ചാൽ പേടിച്ച് ഇങ്ങോട്ട് എനിക്ക് പേടിയായിരുന്നു പൂച്ചയെ പറയാം. അതായത് നമ്മളെ പൂച്ചയ്ക്ക് നമ്മൾ തൊടനെയൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ വീട്ടിലുള്ള പൂച്ചയിൽ ഇത് തൊടാൻ സമയത്ത് ഇത് ഇങ്ങനെ ഭയങ്കര ഓട്ടമൊക്കെ ആയിരുന്നു. എന്നിട്ട് ഒരു 12-1 മണിയൊക്കെ ഒരു 1-2 മണിയായി. അപ്പോഴാണ് ഞാൻ കിടന്നത്. അപ്പം ഞാൻ ഫോണൊക്കെ മാറ്റി കിടന്നത്. ഞാൻ കിടക്കുന്നതിൻ്റെ ഈ ഒരു വലത് വശത്തായിട്ട് ആ സൈഡിലോട്ട് ഈ പൂച്ചയുടെ ഭയങ്കര വിളി, അതായത് നമുക്ക് മരണപ്രാളത്തിൽ വിളിക്കൂലേ, അതേ കണക്ക് ഭയങ്കര വിളി. എന്താ നിങ്ങൾക്ക് രാത്രികാലങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണോ? അത് എൻജോയ് ചെയ്യാറുണ്ടോ? പലപ്പോഴും അത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പോ ഒന്നുമല്ല, ഒരു കുഞ്ഞു വ്ളോഗ് പോലത്തെ ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഒരുപാട് വിഷമവും ചെറിയൊരു സന്തോഷവും കൂടെ ഉള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, എനിക്ക് ഇഷ്ടംപോലെ പൂച്ചകളുണ്ടായിരുന്നു. പാസ്റ്റിൽ ആരെയാണ് പറയുന്നത്, ഇഷ്ടംപോലെ പൂച്ചകളുണ്ടായിരുന്നു. മറ്റേ എന്താ പറയുക, ഒരു പൂച്ച കയറി വന്ന് കണ്ണൂന്നൊരു പൂച്ച കയറി വന്നു. അത് പ്രസവിച്ച് അത് മാത്രമല്ല, പിന്നെ എൻ്റെ മക്കൾ പ്രസവിക്കാൻ അങ്ങനെ ഒരു 2-3 കൊല്ലമായിട്ട് ഇഷ്ടംപോലെ 10-20 പൂച്ചകളുണ്ടായിരുന്നു. 20-25 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ദിവസം വന്ന് കാലക്രമേണ കുറച്ചൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ പൂച്ചകളെല്ലാം ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, എല്ലാവരും നല്ല ജില്ലായിട്ട് നിൽക്കുന്ന സമയം. ഈ കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് ഒരാഴ്ചയായിട്ട് തുരുതുരാ എൻ്റെ പൂച്ചകളെന്നും മരിക്കും ഗൈസ്, എന്നും. അതായത് എല്ലാ ദിവസവും 2-3 ഒക്കെ വെച്ചിട്ട് തുരുതുരാന്ന് പറഞ്ഞ 5 പൂച്ചകളങ്ങ് മരിച്ചു. അപ്പോൾ ആദ്യം ഒരു ദിവസം ഞങ്ങൾക്ക് പപ്പു എന്നുള്ള പൂച്ചകൾ വീഡിയോസൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അവൻ ഒരു 3 ദിവസമായിട്ട് അവനെ കാണാനില്ല. അപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബാറ്റ് സ്മെൽ അടിച്ച് വീടിൻ്റെ പുറകിൽ ഫുള്ളങ്ങ് എന്താ പറയുക ജീർണിച്ച് ആ ഒരു പരുവത്തിൽ അങ്ങ് കിടന്നു. അപ്പം അത് ഡിസ്പോസ് ചെയ്തതിൻ്റെ പിറ്റേന്ന് എൻ്റെ 2 പൂച്ചകൾ മരിച്ച്. അതിൻ്റെ പിറ്റേന്ന് 2 പൂച്ചകൾ മരിച്ച്. ആക്ച്വലി ഒരു 4-5 പൂച്ചകൾ മരിച്ച്. അപ്പം എന്തെങ്കിലും മരിച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കണം. അവർക്ക് അസുഖമൊന്നുമില്ല. അവരെ മരിച്ചു വെച്ചാൽ അവർക്ക് അവർ വിഷം കഴിച്ചിട്ടാണ് അവർ മരിച്ചത്. സംഭവം എന്ന് വെച്ചാൽ എനിക്കിപ്പം രാവിലെ ഞങ്ങൾ എണീക്കുമ്പോഴത്തേക്കും ഇവിടെ വീട്ടിൻ്റെ സൈഡിൽ 2-3 പൂച്ചകളായിട്ട് മരിച്ചത്. അപ്പോൾ 4 വിഷം വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇന്നലെ മെഞ്ഞാന്നായപ്പോഴത്തേക്കും രാത്രി ഞാൻ കിടക്കാൻ ലേറ്റായി ഒരു 10-11 മണിയൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങ് അൽഫാം വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം ഞാൻ ഇവിടെ ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്നിട്ട് ഇട്ടത് എല്ലാവർക്കും കൊടുത്ത് ആരോ കൊടുത്തു. അപ്പോൾ എൻ്റെ 2 പൂച്ചകൾ ഈ മരണപ്പെട്ട വെച്ചത് കാര്യം പറഞ്ഞാൽ ഇവർ ആഹാരമൊക്കെ കഴിച്ചിട്ടേക്കിയിരുന്നു. ഒരു 11-12 മണി ആയപ്പോഴത്തേക്കും അത് ഒരു പൂച്ചയ്ക്ക് വയ്യ. പ്രഗ്നന്റ് ആണ് പൂച്ച. ഈ പൂച്ച ഇവിടെ വന്ന് ഞങ്ങളുടെ മേശപ്പുറത്ത് വന്നിരുന്നിട്ട് അതിങ്ങനെ തലയിട്ട് വെട്ടിക്കാണായിരുന്നു. തലയിട്ട് വെട്ടിച്ച് എന്ന് വെച്ചാൽ അതിങ്ങനെ അതിൻ്റെ ബ്രെയിൻ എന്തോ അഫക്റ്റ് ആയ രീതിക്ക്, തലയ്ക്ക് എന്തോ അഫക്റ്റ് ആയ രീതിക്ക് അതിങ്ങനെ കിടന്ന് തലയിട്ട് വെട്ടിച്ച് വായി കൂടെ ഇങ്ങനെ കുറച്ച് വെള്ളവും ഇങ്ങനെ സലവ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പം എന്നിട്ട് ഇത് ഞങ്ങൾ ഡോർ തുറന്നു. ഷർവാന ഓടിക്കണം. ഷർവാന വെച്ചാൽ പേടിച്ച് ഇങ്ങോട്ട് ഭയങ്കര പേടിയായിരുന്നു പൂച്ചയെ പറയാം. അതായത് നമ്മളെ പൂച്ചയ്ക്ക് നമ്മൾ തൊടനെയൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ വീട്ടിലുള്ള പൂച്ചയിൽ ഇത് തൊടാൻ സമയത്ത് ഇത് ഇങ്ങനെ ഭയങ്കര ഓട്ടമൊക്കെ ആയിരുന്നു. എന്നിട്ട് ഒരു 12-1 മണിയൊക്കെ ഒരു 1-2 മണിയായി. അപ്പോഴാണ് ഞാൻ കിടന്നത്. അപ്പം ഞാൻ ഫോണൊക്കെ മാറ്റി കിടന്നത്. ഞാൻ കിടക്കുന്നതിൻ്റെ ഈ ഒരു വലത് വശത്തായിട്ട് ആ സൈഡിലോട്ട് ഈ പൂച്ചയുടെ ഭയങ്കര വിളി, അതായത് നമുക്ക് മരണപ്രാളത്തിൽ വിളിക്കൂലേ, അതേ കണക്ക് ഭയങ്കര വിളി. അങ്ങനെ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം നമ്മുടെ മക്കളെ പോലെ വളർത്തുന്നതാണ്. അപ്പം ഇത് ഭയങ്കര വിളിയായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയിട്ട് കാണാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പുറത്തൊരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, വീടൊക്കെ കാണാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പം നോക്കിയപ്പോഴേക്ക് ഇത് ഭയങ്കര അമറക്കും ഭയങ്കര വിളി വെച്ചാൽ അതിൽ നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ വിളിയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിളി ഒന്ന് ഡൗൺ ആയപ്പോൾ അതിൻ്റെ സൗണ്ട് കുറഞ്ഞ് വരണം. അത് കഴിഞ്ഞപ്പോൾ വേറെ ഫ്രണ്ടിൽ ഞങ്ങളുടെ ഏറ്റവും ഫ്രണ്ടിൽ റോഡ് സൈഡിൽ വേറൊരു പൂച്ചയുടെ വിളിയോട് അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും രക്തം വൊമിറ്റ് ചെയ്യണം. അപ്പോൾ ഈ മരുന്നാണ് മുമ്പ് ഇതൊക്കെ പോയിസൺ വെച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു പൂച്ചകളൊക്കെ വല്ല പൊയ്ക്കൊക്കെ മരിച്ചിട്ടുണ്ട് മുമ്പ്, 1.5 കൊല്ലമൊക്കെ മുന്നേ. അപ്പോൾ മനസ്സിലായി പോയിസൺ അടിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ഡോക്ടറിനെയൊക്കെ വിളിച്ച്. അപ്പോൾ നമുക്ക് പൂച്ചയുടെ ഒരു പ്രശ്നം വെച്ചാൽ ഇവർക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണം, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഇവർ റിക്കവറി സ്റ്റേജ് ആ ഒരു പേഴ്സൺ ഭയങ്കര കുറവാണ് പോയിസൺ. അപ്പോൾ പട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ആകാശത്തില്ല. കാരണം നമ്മൾ രാവിലെ ഉറപ്പണിക്കുമ്പോൾ എല്ലാവരും വെളിയിൽ നടക്കാം. രാവിലെ ഉറപ്പണിക്കുമ്പോൾ അമ്മ തുറക്കുമ്പോൾ
എല്ലാവരും കയറി അകത്തൊരു എല്ലാവർക്കും ഫുഡ് കൊടുക്കും, അവരുടെ കാര്യം നോക്കി പോകും, ഉച്ചയ്ക്ക് വലിയവർക്ക് വിശക്കാൻ വരാം, അങ്ങനെ ഒരു സംഭവം. ഇതിപ്പം ഞങ്ങൾ വാതിൽ നോക്കുമ്പോൾ പൂച്ചകളിൽ എല്ലാവരും മറുകയ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ ഉള്ള സംസാരിച്ചപ്പോഴത്തേക്കും ഇപ്പോൾ ഏകദേശം നമുക്കറിയാം ആരാണ് വെച്ചാൽ തെളിവ് അങ്ങനെ ഒന്നുമില്ല, പറയാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും വേണ്ട, തെളിവൊന്നുമില്ല. അപ്പം വച്ചാണെന്ന് അറിയുമ്പോൾ മേ ബി അവർക്ക് എൻ്റെ പറഞ്ഞാൽ ശല്യം ആയതുകൊണ്ട് ആൾക്കാർ വച്ചായിരിക്കുന്നു. അപ്പം ശല്യമാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ പൂച്ചകൾ ശല്യം ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾ പൂച്ചകൾ ഇങ്ങനെ വീട്ടിൽ കയറി മറ്റേ മീൻ മോഷണം അങ്ങനത്തെ ഒരു മോഷണ കേസും ഉണ്ടായിട്ടില്ല. ഒള്ളി അവർ വീട്ടിലല്ല വീടിന്റെ പരിസരങ്ങളിൽ അപ്പിയിട്ട് വയ്ക്കും, അപ്പിയിടും, അതായിരുന്നു പ്രശ്നം. അപ്പോൾ അവർ ഒരു വാണിങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ ഇവിടെ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ വിഷം വെച്ച് പോലും എന്നൊരു വാണി തന്നിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റിയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഞങ്ങൾ ഇന്നലെയൊന്നും ഉറങ്ങിയതേ ഇല്ല, കാരണം ഉറങ്ങാനേ പറ്റില്ല, പേടിച്ച് രാത്രിയാകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പറയാൻ ഞങ്ങൾ എനിക്ക് അതിന് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തേനെ. അതിലൂടെ ഫുൾ വിഷം. ഇപ്പം ഞങ്ങൾ ഇവിടെ അല്ലാത്ത ഈ വിഷം വെച്ച് ഇവിടെ ഉള്ളത് മാത്രമല്ല അപ്പുറം ചിലരുടെ കുറച്ച് അവിടെ 2-3 പൂച്ചകളൊക്കെ മരിച്ചു എന്ന് പറയാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ പലരും ഇങ്ങനെയൊക്കെ വിഷം വെച്ച് കൊല്ലുന്നവരുടെ എനിക്ക് പറയാനൊരു കാര്യം വെച്ചാൽ മിണ്ടാപ്രാണിയാണ്. അതായത് അവർക്ക് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് ബുദ്ധി വികാസം അങ്ങനെ പല ടൈപ്പോസ് ആണ്, നമുക്ക് അങ്ങനെ പലതുണ്ട്. അവർക്കെന്ന് പറയുന്നത് എനിക്ക് അവരുടെ അതുകൊണ്ടാണല്ലോ അവരുടെ പൂച്ചയെന്നും ബാക്കിയുള്ളവരുടെ പട്ടിയും അവരെ മൃഗങ്ങളായിട്ടും നമ്മുടെ മനുഷ്യരും. അപ്പം എനിക്കിപ്പോൾ ഈ പ്രവൃത്തിയെ കണ്ടിട്ട് നമ്മൾ മനുഷ്യർ മൃഗങ്ങളായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അവർ മിണ്ടാപ്രാണികൾ അവർക്ക് അറിഞ്ഞൂടെ. ചോറിലോ നിങ്ങൾ ആഹാരത്തിലോ വിഷം വെച്ച് കൊല്ലരുത്. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇഷ്ടമായി അവർ പറയും, അല്ലെങ്കിൽ എവിടെയും കൊണ്ട് ചാക്കി കെട്ടിക്കൊണ്ട് ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ ആഹാരം കഴിച്ച് ജീവിച്ചോളും. ഇത് അവർ വിശന്നിട്ടല്ലെങ്കിലും എന്തെങ്കിലും ഒരു ആഹാരം കണ്ട് ആഹാരത്തിൽ വിഷം വെച്ചേക്കും ആലോചിക്കുക. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലോ മക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ വിശന്നിട്ട് അവർ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും അതിൽ വിഷമുണ്ടെന്ന് ആലോചിക്കുക. വിശപ്പ് എല്ലാവർക്കും ഒരേ, നമുക്കാരും മൃഗങ്ങൾക്കായാലും എന്താ ആ കാര്യം വിശപ്പ് ഒരേപോലെയാണ്. സോ കുറച്ച് മനുഷ്യപ്പറ്റി കാര്യം ഇങ്ങനെ വിഷമിക്കുന്നവരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നും നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ നമ്മൾ ഞങ്ങൾക്ക് ഇനി ആരെ മരണം കാണാൻ, കാരണം ലൈവായിട്ട് സൗണ്ടും ഇതൊക്കെ ഈ കിടന്നിരിക്കണേ കണ്ടുകൊണ്ട് ഇനി ഇത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും കൂടെ പാക്ക് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ പീപ്പിൾ ഫോർ ആനിമൽസ് എന്നുള്ള ഓർഗനൈസേഷൻ ഉണ്ട് ഇവിടെ ട്രാൻസ്പോർട്ട്. ഈ വീഡിയോയിൽ പറയുമ്പോൾ തന്നെ മനുഷ്യർ മൃഗങ്ങളായി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇത്രയും സാധു ജീവിയെ എങ്ങനെ കൊല്ലാൻ മനസ്സ് വരുന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു പെറ്റ്സിനെ വീട്ടിൽ വളർത്തുന്നവർക്കറിയാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പൂച്ചകൾ ഒരു പ്രത്യേക സ്നേഹമാണ്, ഒരു ഓമനത്വമുള്ള ഒരു ഇതാണ്. അതിന് മുഖത്ത് രാവിലെ നമ്മൾ നോക്കിയിരിക്കുക തന്നെ ആണെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. കുഞ്ഞു കുട്ടികളും പൂച്ചകളും അങ്ങനെയാണ്, ഭയങ്കര ഓമനത്വമുള്ള ഇതാണ്. അത് വളർത്തുന്നവർക്കേ അറിയാവൂ. അപ്പോൾ പലരും പറയും രോമം പൊഴിക്കും, അസുഖങ്ങൾ വരും എന്നൊക്കെ പറയും. അത് നന്നായിട്ട് വളർത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. അതിന് മരുന്നും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് പൂച്ചയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അടുത്ത വീടുകളിലൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുത്താലും പൂച്ച ഈ പ്രൈമറി ഭയങ്കരമായിട്ട് ഇണങ്ങും. അപ്പോൾ ഏത് വീട്ടിൽ പോയാലും അത് ഫുഡ് കഴിക്കും. ഇത് കണക്ക് എല്ലാ വീടും അതിന് സ്വന്തം വീട് കണക്കാണ്. അത് പൂച്ചയെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പൂച്ച സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. കാര്യം എല്ലായിടത്തും ഒരു അധികാരമുള്ള കണക്കാണ് ആ ഒരു ജീവിയുടെ ജീവിതം. അപ്പോൾ അതൊരു എന്താ പറയുക, മൃഗങ്ങൾ അങ്ങനെ വെറൈറ്റി ഡിഫറൻസ് എന്താ പറയുന്നത് കീപ്പ് ചെയ്യുന്ന, അതുകൊണ്ടാണല്ലോ അവരെ മൃഗങ്ങളെന്ന് പറയുന്നത്. ഓരോ കാരണങ്ങളുണ്ട് ഓരോ ജീവിയെ നമുക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി. അത് പൂച്ചയുടെ ഒരു കാരണമാണ്, അതിൻ്റെ കുറുമതയും അത് കണക്ക് അതിങ്ങനെ കഴിച്ച് ഇങ്ങനെ നടക്കുന്നതും അതിൻ്റെ ഞാവുളിയും ഒക്കെ ഭയങ്കര ഇതാണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയ്ക്ക് ശേഷം ഗ്ലാമി അവിടുന്ന് വന്നിട്ട് അവർക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ മനുഷ്യരുണ്ട് ഇതേ കണക്ക് മനുഷ്യൻ്റെ പേര് കളയാൻ വേണ്ടി നടക്കുന്ന നാറിയ വർഗം എന്ന് പറയാം, നാറിയ മാർജാര വർഗം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്തരം ആൾക്കാർ എന്ത് പറയണമെന്നറിയില്ല. മനുഷ്യ നീ മാറും, അത്രയും നമുക്ക് പറയാനുള്ളൂ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ഉറപ്പായും രേഖപ്പെടുത്തണം, മാന്യമായ ഭാഷയിൽ മാത്രം. സോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.